എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയിലേക്ക് വിളിച്ചിരിക്കുന്ന രണ്ട് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സോ നമുക്ക് രണ്ട് നോട്ടിഫിക്കേഷനും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ CSBO ആണ്. ഈ റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ടിഫിക്കേഷൻ വെച്ച് നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. 31 May 2026 വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. 190 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അണ്ടർസിന് 94 വേക്കൻസി, SCക്ക് 22 വേക്കൻസി, STക്ക് 12 വേക്കൻസി, OBCക്ക് 43 വേക്കൻസി, EWSന് 19 വേക്കൻസിയാണ്. PWBDക്ക് അണ്ടർസിന് 12 വേക്കൻസിയും HRSന് 20 വേക്കൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാലറി സ്കെയിൽ 21,700 ആണ് ബേസ് സാലറി. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. 18 മുതൽ 25 വയസ്സിൽ അണ്ടർസിനും 28 വയസ്സിൽ OBCക്കും 30 വയസ്സിൽ SC/ST കാൻഡിഡേറ്റ്സിനും 35 വയസ്സ് വരെ PWBD കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. HRSന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന 10ാം ക്ലാസ് ആണ്. അതുപോലെ തന്നെ സ്വിച്ച് ബോർഡിൻ്റെ കാര്യങ്ങളുടെ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷും ഹിന്ദിയും ഫ്ലുവൻസി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് ഈ റിക്രൂട്ട്മെന്റിലേക്ക് CSBOയുടെ റിക്രൂട്ട്മെന്റിലേക്ക് എക്സാമിനേഷൻ വഴിയാണ് സെലക്ഷൻ പ്രോസസ്സ്. റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. 25 മാർക്കിൻ്റെ സെക്ഷൻസ് ആണ്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, റീസണിംഗ് ആണ് സബ്ജക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്ലൈ ചെയ്യുക. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത നോട്ടിഫിക്കേഷൻ എഞ്ചിനീയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 20 മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിരിക്കുന്നത്. സോ റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 15 ജൂൺ 2026 വരെ ജോയിൻ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് വേക്കൻസി നോക്കാം. ഒന്നാമത്തെ സിവിലാണ് 8 വേക്കൻസി. രണ്ടാമത്തെ കമ്പ്യൂട്ടർ സയൻസ് 6 വേക്കൻസി. അടുത്ത പോസ്റ്റ് ഇലക്ട്രിക്കലാണ് 2 വേക്കൻസി. ഇലക്ട്രോണിക്സ് 6 വേക്കൻസി. മെക്കാനിക്കൽ 6 വേക്കൻസി. മിസ്സലേനിയസ് എഞ്ചിനീയറിംഗ് സ്ട്രീംസ് പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് ടെക്, റിമോട്ട് സെൻസിങ്, ബാലിസ്റ്റിക്സ്, ബയോമെഡിക്കൽ, ഫുഡ് ടെക്, അഗ്രികൾച്ചർ, മെറ്റലർജി, എക്സ്പ്ലോസീവ്, മെറ്റലർജി ആൻഡ് എക്സ്പ്ലോസീവ്, ലേസർ ടെക്, ബയോടെക്, റബ്ബർ ടെക്നോളജി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, മൈനിങ്, ന്യൂക്ലിയർ ടെക്നോളജി, ടെക്സ്റ്റൈൽ തുടങ്ങിയ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് 2 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 30 വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്ക് ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് അത് ആപ്ലിക്കേഷൻ. അതിനുശേഷം SSBയുടെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യം നമ്മൾ അയക്കുന്ന ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം ഇന്റർവ്യൂ വഴിയാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത്. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്ലൈ ചെയ്യുക. ഇതിൽ സംശയമായിട്ട് കമന്റ് ചെയ്യുക. താങ്ക്